സാധാരണ UAE-യിൽ നിന്നും കേരളത്തിലേക്ക് എത്താൻ മണിക്കൂറുകളുടെ യാത്ര മാത്രമേ വേണ്ടിയുള്ളൂ. പക്ഷേ 40 ദിവസമെടുത്ത് അതികഠിനമായ ഒരു യാത്ര നടത്തി കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് യുവാക്കൾ. പാലക്കാട് സ്വദേശിയായ രജിത്തും തൃശ്ശൂർ സ്വദേശിയായ ബിനീഷും. ഇതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള രജിത്തും അതുപോലെ ബിനീഷും. UAE-യിൽ തന്നെയാണ്. അതെ ഒരു ലാസ്റ്റ് ഒരു 11 വർഷമായിട്ട് UAE-യിൽ വർക്ക് ചെയ്യുന്നു. അവിടെ ഒരു അച്ചടി സ്ഥാപനത്തിലാണ് അൽമുഫീദ് പ്രിന്റിംഗ് പ്രസ് എന്നുള്ള പ്രസ്സിൽ വർക്ക് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ് അവിടെ. ബിനീഷും ഞാൻ 2011 തൊട്ട് UAE-യിലുണ്ട്. ഞാനവിടെ ഒരു ബിസിനസ് ചെയ്യാണ്. ഗ്രീൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്, നമ്മുടെ വെളിച്ചെണ്ണ അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ സെല് ചെയ്യണം. ബിസിനസ്സുകാരനുമാണ്, ഒരു നല്ലൊരു ജോലിയുള്ള വ്യക്തിയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനൊരു യാത്ര തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. രണ്ടുപേർക്കും അഡ്വഞ്ചറിനോടുള്ള പാഷനാണ്. ഞാൻ ബേസിക്കലി ഹൈക്കറാണ്, മലകൾ കയറുന്നതാണ് എൻ്റെ ഹോബി. ആളൊരു ഓഫ് റോഡറാണ്. അതായത് നമ്മുടെ UAE-യിലെ ഡെസേർട്ടിൽ കൂടെ വണ്ടി എടുത്ത് കറക്കി വിടുന്ന ആളാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ രണ്ടുപേരും മെയിനായിട്ട് കണക്ട് ചെയ്യുന്നൊരു പോയിന്റ്. അപ്പോൾ അങ്ങനത്തെ അഡ്വഞ്ചറുള്ള ജേണി എന്നുള്ളത് എൻ്റെ മനസ്സിൽ 2019 തോന്നി, ആളുടെ മനസ്സിലും സിമിലർ ടൈമിൽ തോന്നി. പക്ഷേ ഇപ്പോഴാണ് എല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരുമിച്ച് വന്നത്. ഞങ്ങളുടെ യാത്ര അതുപോലെയായിരുന്നു. കാരണം വെറും ഒരു റോഡ് ട്രിപ്പല്ലായിരുന്നു. അതിൽ എനിക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റി, മലകൾ കയറാൻ പറ്റി. ഈ പറഞ്ഞ പോലെ ഐസ് ഉരുകി വരുന്ന വെള്ളത്തിൽ കുളിക്കലുണ്ടായി. പിന്നെ ഈ ബഞ്ചി ജമ്പിങ് പോലത്തെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബഞ്ചി ജമ്പിങ് ഉണ്ട്. ഏറ്റവും ഉയരം കൂടിയ സ്വിംഗ് ജമ്പിങ്ങും രണ്ടാമത്തെ ഉയരം കൂടിയ ബഞ്ചി ജമ്പിങ് അത് ചെയ്തു. ഞങ്ങൾ ചൈനയിൽ ഇതേപോലെ ഒരു ഡെസേർട്ട്, അതിൽ വണ്ടിയും കൊണ്ട് കറക്കിയിട്ടുണ്ടായിരുന്നു. എത്ര കൺട്രീസ് കവർ ചെയ്തു? ഇപ്പോൾ ഇത് 10ാമത്തെ കൺട്രി നമ്മുടെ ഇന്ത്യ. ശരിക്കും 40 ദിവസം അവിടുന്ന് UAE-ന്ന് ഇങ്ങോട്ട് കേരളത്തിലേക്ക് 40 days ആണ് പ്ലാൻ ആയിരുന്നത്. 39-ൽ നമ്മൾ കംപ്ലീറ്റ് ആക്കാം. ഇന്ന് 39th ഡേ. ചെലവ് കൂടും. ചിലവ് ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്പി ഒരു 900,000 ലൈക്ക് 9 lakhs അതിന് നിയർ ബൈ വന്നു. അതാണ് ബജറ്റായിട്ടാണ് വന്നത്. എന്നിട്ടാണ് വണ്ടി അല്ലേ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചത് ഈ വണ്ടിയാണ്. UAE രജിസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഈ വണ്ടിയാണ്. ഏതാ ഈ വണ്ടി? ആള് വണ്ടി കുറിച്ച് നേരെ പറഞ്ഞത്. ഇത് ടൊയോട്ടോ 4Runner എന്ന് പറഞ്ഞ വണ്ടിയാണ്, ടൊയോട്ടയുടെ. നിങ്ങൾ ഇതിന് മുമ്പ് ഇത്തരത്തിലുള്ള അഡ്വഞ്ചർ എക്സ്പ്ലോറൊക്കെ ചെയ്യും? എങ്ങനെ റോഡ് ട്രിപ്പോ? ഇല്ല, ആകെ GCC മാത്രമേ ഞങ്ങൾ പോയിട്ടുള്ളൂ. GCC കൺട്രീസ് കവർ ചെയ്ത് വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. ഇത് ഏതൊക്കെയായിരുന്നു? അന്ന് ഞങ്ങൾ ചെയ്തത് സൗദി, ബഹ്റൈൻ, ഖത്തർ. അത് ഞങ്ങളൊരു 48 hours UAE-ന്ന് പോയിട്ട് തിരിച്ച് UAE-ൽ തിരിച്ചെത്തി. അത് ഏകദേശം 2000 kilometer ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇതിന് മുന്നേ ഒരു ട്രയലായിട്ട് ചെയ്തായിരുന്നു. അത് ഓക്കെ ആയിരുന്നു. പിന്നെയാണ് ഞങ്ങളത് ഇതിലേക്ക് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് രാജ്യത്തൂടെ വേണം കറങ്ങി തിരിഞ്ഞ് വരാൻ. ഫാമിലിയൊക്കെ സപ്പോർട്ടായിരുന്നു? സപ്പോർട്ടായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ബിനീഷിന് ഫസ്റ്റ് എന്നോട് 4 മണിക്കൂറുള്ള കാര്യമാണ് ഈ 40 ദിവസം ഒന്നും പറയുന്നത് വെച്ചു. പിന്നെ ഒന്ന് ഓരോ പാഷനല്ലേ, ചില സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ സമയത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ അവർ കൺവിൻസായി. ഇവരുടെ വാഹനത്തിൻ്റെ ഈ മുമ്പിൽ നോക്കി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ രാജ്യത്തെ UAE-യിൽ നിന്ന് ഇറാനിൽ തുർക്ക്മെനിസ്ഥാൻ, പിന്നെ ഉസ്ബെക്കിസ്ഥാൻ, പിന്നെ തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ചൈന, അതിൻ്റെ ഇടയിൽ ടിബറ്റ് ഉണ്ട്, നേപ്പാൾ, ഇന്ത്യ. അതിൽ തജിക്കിസ്ഥാനിൽ ഞങ്ങൾ ഏകദേശം 3 days ഡ്രൈവ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ ഇൻ്റർനാഷണൽ ഹൈവേ ഉണ്ട്, പാമീർ ഹൈവേ എന്നാണ് പറയുക. അപ്പോൾ അതിൽ കൂടെ ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി പറഞ്ഞാൽ ആ പാമീർ ഹൈവേയുടെ ഒരു 50% ഓഫ് റോഡാണ്. അപ്പോൾ അതിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി പഞ്ചർ കിട്ടി. പിന്നെ അത് ഞങ്ങൾ അവിടെ നിന്ന് റെക്ടിഫൈ ചെയ്തു. ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ ഒരു ബ്രോക്കൺ വിൻഷീൽഡ് കാണാൻ പറ്റും. അത് ഞങ്ങൾക്ക് തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് കിട്ടിയത്, ഒരു കല്ല് വന്ന് തെറിച്ചതാണ്. അപ്പോൾ അങ്ങനെ 1-2 ചെറിയ കാര്യങ്ങൾ. കൾച്ചറാണ്, പല ആളുകളാണ്, പല ജീവിത രീതിയൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് തോന്നിയത് എല്ലാവർക്കും നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ലാംഗ്വേജിൻ്റെ ഇഷ്യൂസുകളുണ്ടായിരുന്നു. ആർക്കും ലാംഗ്വേജ് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും അവരെല്ലാവരും നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുവരെ നെഗറ്റീവായിട്ട് ഒരാളുടെ പോലും നമുക്ക് ഒന്നും നേടേണ്ടി വന്നിട്ടില്ല. എന്തെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് തിരഞ്ഞെടുത്തു? ഇല്ല, ഞങ്ങളുടെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പിന് ഞങ്ങൾക്കൊരു സന്ദേശം കൂടി ഇന്നത്തെ ന്യൂ ജനറേഷൻ കൊടുക്കണ്ടായിരുന്നു. അതായിരുന്നു ലെറ്റ് അഡ്വഞ്ചർ ബി യുവർ അഡിക്ഷൻ. അപ്പോൾ ഞങ്ങൾക്ക് കണ്ടവർക്ക് മെയിൻലി സാഹസികതയാണ് ഞങ്ങളുടെയൊക്കെ ഈ പറഞ്ഞ അഡിക്ഷൻ. അപ്പോൾ അതിലേക്ക് വന്ന എല്ലാത്തിനും കിട്ടുന്നൊക്കെ ഹൈ ആണ് ഈ അഡ്വഞ്ചറിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് എന്താ പറയുക, ഇന്നത്തെ ജനറേഷന് ആ ഒരു മെസ്സേജും പാസ് ചെയ്യാന്ന് ഈ ട്രിപ്പിൻ്റെ കൂടെ നമ്മൾ ഉദ്ദേശിച്ചത് മാത്രം. 40 ദിവസം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ യാത്ര തുടങ്ങി? ഓഗസ്റ്റ് 26 തുടങ്ങി. ഇടയിൽ ശരിക്കും ഞങ്ങളുടെ പ്ലാൻ സ്റ്റാർട്ടിങ് തന്നെ ഞങ്ങൾക്ക് ഒരു ദിവസം ഡിലേ ആയി. കാരണം ഇറാൻ നമുക്ക് കസ്റ്റം ക്ലിയർ ചെയ്ത് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ചില ദിവസങ്ങൾ 900 kilometers ഒക്കെ ഡ്രൈവ് ചെയ്യുന്നായിരുന്നു, അതൊന്ന് കവർ ചെയ്ത് കിട്ടാൻ. അപ്പോൾ ഇന്ന് ശരിക്കും ഞങ്ങൾക്ക് നാളെ എത്തേണ്ടത്, എന്നാലും നമ്മൾ ഒരു ദിവസം മുന്നേ എത്തി. നേപ്പാളിലെത്തുമ്പോൾ അവിടെ ലാൻഡ് സ്ലൈഡ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഏകദേശം ഒരു വണ്ടി ഹൈറ്റിലേക്ക് മണ്ണ് വീണ് കിടക്കുക ഞങ്ങൾ വന്ന റോഡിൽ.
അപ്പോൾ അത് ഒരു 10 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് അവർ ക്ലിയർ ചെയ്ത് അങ്ങനെ പുറത്തിറങ്ങി. അങ്ങനെ എല്ലാം കൊണ്ടും സപ്പോർട്ടായിട്ടാണ് കിട്ടിയത്. ഈവൻ ചൈനയിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് വെച്ചപ്പോൾ ഞങ്ങൾക്ക് കാർഡും കൊടുക്കാൻ പറ്റില്ല, ടോളാണ്. ഏതോ ഒരു ചൈനക്കാരൻ വന്നു, ആൾ പൈസ കൊടുത്ത് ആൾ പോയി. ഞങ്ങൾ പറഞ്ഞു ഡോളർ പേ ചെയ്യാം, വേണ്ട. അങ്ങനെ ഒരുവിധം എല്ലാ രാജ്യത്തും ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ആളുകളേ ഉള്ളൂ. ഒരിടത്ത് നമുക്ക് നെഗറ്റീവ് അനുഭവം ഈവൻ പോലീസിനായാലും ഉണ്ടായിട്ടില്ല. വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ബിനീഷിനാണ്. എത്രത്തോളം ഫ്യൂവൽ കൺസ്യൂം ചെയ്തു? ഇപ്പോൾ 1705 ലിറ്ററോ ആയിട്ടുണ്ട്. അത് കറക്റ്റാണെന്നാണ് വിചാരിക്കുന്നത്. അത്രയാണ് ഇപ്പോൾ ഫ്യൂവൽ നമുക്ക് യൂസ് ചെയ്യുന്നത്. ഞാനൊരു 2000 to 2200 വരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൈലേജ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ. പക്ഷെ അത്രയ്ക്ക് വന്നില്ല. കാരണം റോഡ്സൊക്കെ കുറച്ച് നല്ലതായിരുന്നു, വേറെ ചൈനയിലാണെങ്കിലും എല്ലാവർക്കും. അത് കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. വലിയ സന്തോഷത്തിനാണ്. തീർച്ചയായും ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണല്ലോ അത്. അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ആ പാലക്കാട് ഇവരെ കാണാൻ വേണ്ടി, ഇവരെ അഭിനന്ദിക്കാൻ വേണ്ടിയൊക്കെ നിരവധി ആളുകളാട്ടോ ഇവിടെ എത്തി. ഇങ്ങനെ കുറേ പേര് വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. ഏതായാലും 40 ദിവസമാണ് അവർ പ്ലാൻ ചെയ്തത്. 39ാമത്തെ ദിവസം UAE നിന്ന് യാത്ര ചെയ്ത് അവർ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ബിനീഷ്, എനിക്ക് തോന്നുന്നു രജിത്ത് പാലക്കാട് ഏതാണ്, എവിടെയാണ് കറക്റ്റ്? ശരിയാണ് സ്ഥലം കേരള. എൻ്റെ പുല്ലേരി, തൃശ്ശൂർ. രണ്ടാളും ഏതായാലും കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് രണ്ടുപേരും. വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അവർ നേടിയെടുത്തിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിംഗ്, റിപ്പോർട്ടർ പാലക്കാട്.